2026 നിങ്ങൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ വാൾപേപ്പർ ആക്കി വെക്കുകയാണെങ്കിൽ അതിൽ വെച്ച് എല്ലാ സാധനവും Yes guys, today I show you how to make a vision board. So let's start. So vision board ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് Canva ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. Canva ആപ്പ് ഓപ്പൺ ആക്കി അതിൽ വിഷൻ ബോർഡ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ വിഷൻ ബോർഡിന്റെ ടെംപ്ലേറ്റ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് സെലക്ട് ആക്കിയേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. സോ ഇതിൽ ഓരോ ഇമേജ് നമ്മൾ റിമൂവ് ചെയ്യണം. അതിലൊരു ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഓപ്ഷൻ വരും, ഡിലീറ്റ് ഇമേജും ഡിലീറ്റ് ഫ്രെയിമും. അതിൽ ഡിലീറ്റ് ഇമേജ് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ വേറൊരു പിക്ചർ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് സേവ് ചെയ്യേണ്ടതാണ്. ഇതിൽ കൊടുക്കാനുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് പിൻട്രസ്റ്റ്, ഗൂഗിൾ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിഷൻ അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോ റിമൂവ് ചെയ്യാതെ നിങ്ങൾക്കിത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ പിക്ചറിലോട്ട് സേവ് ആക്കാൻ പറ്റും. അവിടെയുള്ള പിക്ചർ റിമൂവ് ആയിക്കോളും. നോർമലി നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ട് വെക്കുമ്പോഴേ അത് അതിലോട്ട് ആഡ് ആയിക്കോളും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷനിലുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നതല്ല ഞാൻ ചെയ്ത വിഷൻ ബോർഡ്. ഇത് ഞാൻ വേറെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഞാൻ ഇതേ മെത്തേഡിൽ വേറൊരു വിഷൻ ബോർഡാണ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ഫൈനൽ ലുക്ക്. ഈ ഒരു വിഷൻ ബോർഡാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് 2026 വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തതാണിത്. ഇതിൽ നമുക്ക് വിഷൻ ബോർഡെന്നും 2026 ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട് ടെക്സ്റ്റ് ചെയ്തണം. അതിനായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ റീറൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഡബിൾ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ അത് വെച്ച് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അതിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. വിഷൻ ബോർഡ് ഞാൻ മുകളിലായിട്ട് 2026 വെച്ച് സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തതും കാണിച്ചു തരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.